ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് നാം വായിക്കുന്നു. പ്രിയരെ, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ശ്രേഷ്ഠമേറിയതും മാന്യമായതും ഒരുക്കിയിരിക്കുകയാണ്. അത് പ്രാപിപ്പാനുള്ള നല്ല സമയങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് പറഞ്ഞു, ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നല്ലേ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി. അപ്പോൾ സ്നേഹിക്കുക. നമ്മൾ എന്ത് കണ്ടിട്ടാണ് സ്നേഹിക്കുന്നത്? നമ്മളിൽ നിന്ന് വല്ലതും വേണ്ടിയിട്ടാണോ? ഒന്നുമല്ല കേട്ടോ. നമ്മളിൽ നിന്നും കർത്താവ് ഒന്നും വേണ്ട. കർത്താവ് ഇങ്ങോട്ട് തരികത്തേയുള്ളൂ. കർത്താവിൻ്റെ സ്നേഹം നിർവ്യാജ സ്നേഹമാണ്, പ്രതിഫലേച്ഛ കൂടാത്ത സ്നേഹമാണ്. ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഇനി ഒരുക്കപ്പെട്ട നന്മകൾ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി എന്തെല്ലാം ഒരുക്കിയിരിക്കുന്നു, ഏതെല്ലാം നന്മകളാണ് ഒരുക്കിയിരിക്കുന്നത്. ഒരുക്കപ്പെട്ട സ്വർഗത്തിലേക്ക്, ഒരുക്കപ്പെട്ട ഭവനത്തിലോട്ട് ഒക്കെ നമ്മളെ കൊണ്ടെത്തിക്കുവാനുള്ള സമയങ്ങൾ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, കണ്ണ് കണ്ടിട്ടില്ല. നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ട നന്മയുടെ കാഴ്ചകളൊന്നും ഇതുവരെ ആർക്കും കാണാൻ കഴിഞ്ഞിട്ടില്ല. സാത്താന് പോലും അറിയത്തില്ല, അവനും കണ്ടിട്ടില്ല. പിന്നെ നമ്മൾ സാത്താനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഒരുക്കപ്പെട്ട നന്മ പ്രാപിപ്പാൻ നമ്മൾ ഒരുങ്ങണം. ഇനി ചെവി കേട്ടിട്ടില്ല, എന്തെല്ലാം കാര്യങ്ങൾ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടെന്ന് ഒരു ചെവിക്കും അറിയത്തില്ല. കുശുകുശുക്കുന്ന ചെവികളൊക്കെ ഉണ്ട്, അവർക്ക് പോലും അറിയത്തില്ല. അപ്പോൾ ദൈവസന്നദ്ധയിൽ നമ്മൾ എന്ത് ചെയ്യണം? സന്തോഷമുള്ളവരായിരിക്കണം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് എന്തൊക്കെ ഒരുക്കിയിരിക്കുന്നു. ഈ ഭൂമിയിൽ തന്നെ നമുക്ക് എന്തെല്ലാം ഒരുക്കിയിട്ടുണ്ടല്ലേ. നമുക്ക് നല്ല വീടൊരുക്കി, നല്ല സമ്പത്തൊരുക്കി, നല്ല വിദ്യാഭ്യാസം, നല്ല കുടുംബജീവിതം, നല്ല കുഞ്ഞുങ്ങളെ തന്നു, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ജോലി അല്ലേ. അങ്ങനെ ഓരോന്നോരോന്നോരോ അക്കമിട്ട് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. സമയത്തിൻ്റെ കുറവുകൊണ്ട് ഞാൻ ഇവിടെ ഒന്നും പറഞ്ഞു പോകുന്നില്ലെങ്കിൽ ദൈവസന്നദ്ധയിൽ സ്തോത്രം ചെയ്യണം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയപ്പെട്ട നന്മകൾ അനവധിയാണ്. അത് പ്രാപിക്കാനുള്ള സമയമായിരിക്കുന്നു, സമയം അടുത്തിരിക്കുന്നു. നമ്മൾക്കും കർത്താവിൻ്റെ സന്നദ്ധിയിൽ ചെല്ലുവാനുള്ള ഒരുക്കത്തോടെ ആയിരിക്കാം. അതിനുവേണ്ടി ഒരുങ്ങാം. കർത്താവ് നമ്മളെ അതിനായി സഹായിക്കട്ടെ. ഈ ഒരുക്കപ്പെട്ട നന്മകൾ പ്രാപിപ്പാൻ എല്ലാവരെയും ദൈവം ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ.